ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പീൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഇതിന് ശരിക്കും റെസിപ്പി ആയിട്ടുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി എന്തായാലും വേണം, ചെറിയ ഉള്ളി മസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം, കുരുമുളക്, അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിവിടെ കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് പട്ട, പിന്നെന്താ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ചിക്കനാണ്. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുക. തൈരിൻ്റെ ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പം പിന്നെ നന്നായിട്ടത് മിക്സാക്കി വെച്ചിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റിക്കാം. അപ്പോഴേക്കും നമ്മുടെ വഴറ്റാൻ വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അതിലേക്കൊരു കാഷ്യൂനട്ടും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്രീമി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് മിക്സിയിലിട്ടിട്ട് അരക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയും കൂടെ ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ കുറച്ച് അധികം തന്നെ എടുക്കുക കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ചട്ടി ഉണ്ടല്ലോ അതിൽ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ സിമ്പിളാണ് പരിപാടി, സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്ന് അരച്ച് കലക്കിയതിലേക്ക് ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് വേവിക്കാം. പിന്നെ ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഞാൻ നല്ലവണ്ണം വറ്റിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു വരട്ടുന്ന ഒരു രൂപത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിച്ചാൽ അതുപോലെ ആക്കിയിട്ട് സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.